ആ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിഞ്ഞ ഓരോ രാത്രിയും ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. നല്ലവനാകാനുള്ള 3-4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മുരുകൻ ലോകത്തിന്റെ മുമ്പിൽ പയറ്റി തെളിഞ്ഞ കള്ളൻ എന്ന് ആര് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അറിഞ്ഞോട് നിന്നെ. നീ വാ. ഇല്ലമായ കുട്ടി, എന്റെ നഷ്ടങ്ങൾ വലുതാ. എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരാൾക്ക് ദൈവം നേരിട്ട് കൊടുത്തു. കടപുഴകി വീണില്ല ഗംഗാധരം പോലീസ്. ഇനിയുള്ളത് അവരാ. ആ പക ഒറ്റത്തച്ചിന് തീരില്ല. പണിക്കിരും മക്കളുമാണ് ശരിക്കുള്ള പെരിങ്ങള്ളന്മാരെന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തും വരെ ആണ്ടവൻ കക്കും. അവരെ ഞാൻ കട്ടും മുടിക്കും. അതിനെ കള്ളൻ എന്ന പേരിന്റെ സങ്കടം എന്താണെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. നീ ഒലത്തും. ജീവനോടെ നിർത്തി പുഴുങ്ങുമ്പോഴുള്ള വെപ്രാളം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അച്ഛനൊന്ന് ക്ഷമിക്ക്. എന്തായാലും ബന്ധു. അപ്പൊ പിന്നെ 6 വരെ കാക്കണോണ്ട് എന്താ കുഴപ്പം? ഇതെനിക്ക് വിട്ടേക്ക്. കുറെ കാലം അച്ഛൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി പോലീസുകാരും ഗുണ്ടകളും ഒത്തുപിടിച്ചതല്ലേ. എന്റെ കുഴി വന്ന് വീഴാൻ അവന് യോഗം. ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ, അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാം. എന്താ അച്ഛന് പേടിയുണ്ടോ? പണ്ടെങ്ങാണ്ട് മുമ്പിൽ ചെന്ന് വിട്ടപ്പോ ഇവന്റെ ഒരു വാരിയല്ലേ ഇളക്കി വിട്ടതാ ആണ്ടവൻ. കറക്റ്റ്. കുനിഞ്ഞ് ഷൂസിന്റെ നൂല് കിട്ടുമ്പം ഇപ്പോഴും വരുവനാ വേദന. അതെ. അയ്യോ, മൊബൈൽ അടിക്കാനോ അർമാന്തിച്ച് കിടക്കാനോ അല്ല. നിന്നെ കൊണ്ട് എന്താടാ പ്രയോജനം? എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എല്ലാ പണക്കാരുടെ വീട്ടിലും നീ എന്തിനാ ഇതുപോലെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിടുന്നത്? എന്റെ പൊന്നുമോൻ ഷർട്ടും പാന്റും ചുള്ളിക്കണ്ടിട്ട് അങ്ങോട്ട് മാറിയുന്ന മൊബൈൽ അടിക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവൻ ഏത് നേരത്തെ സദാശിവ, ഒരുപാട് പേരുടെ കാല് പിടിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് മാറ്റി കിട്ടിയത്. അപ്പോഴേക്കും ഇടയ്ക്കറി വന്നില്ലേ ഒരു വനിതാ ഇൻസ്പെക്ടർ ശ്രീരേഖ. മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സത്യമതി. പരാതി കൊടുക്കാൻ ചെന്നപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അറിയാം, അവള് ഗംഗാധരം പോലീസിന്റെ മകളല്ലേ. ആ, തന്തയുടെ ഉശിര അല്പം കാണും. ഇപ്പോഴാ മത്സരത്തിന്റെ സർക്കിൾ പൂർത്തിയായത്. ചെറുപ്പം മുതൽ എനിക്ക് അവനിവിടെ അവളുണ്ട്. ഇപ്പോ ഇവിടെയും. സീമോനെ, അത്താഴം മുടക്കാൻ തീർക്കോലിയും മതി. അതെ, പക്ഷേ വെറും നീർക്കോലിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലോ? അതും പട്ടാപ്പകല് 4 പേര് കാണുക. ശരി സർ. മാഡം, ഗീതാ തിയേറ്ററിൽ ഷോ നടത്താൻ ആരൊക്കെ സമ്മതിക്കില്ല എന്ന് പരാതിയുണ്ട്. എന്താ പ്രശ്നം? 50 ഫ്രീ ടിക്കറ്റ് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാനേജർ തല്ലു. ഇപ്പൊ ആർക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൗണ്ടറിന് മുമ്പിൽ ഇരിക്കുക. ജീപ്പി കയറാൻ. ഇത്രേ ഉള്ളൂ നിങ്ങൾ പെണ്ണുങ്ങൾ. എല്ലാം കഴിഞ്ഞ് വെറുതെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കാൻ മാത്രം പറ്റും. അതാദ്യം മനസ്സിലാക്ക്, എന്നിട്ടിറങ്ങിപ്പോ സാഹസത്തിന്. താനിപ്പോ അവിടെ ചെന്ന് നടത്തിയ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന് ക്രമസമാധാന പാലനം നല്ല പറയാ. SI എന്ന ഹുങ്കൊണ്ടുണ്ടായ വങ്കത്തരം. സർ, എന്റെ കൂടെ വേറെയും ഉണ്ടായിരുന്നു പോലീസുകാര്. നാട്ടുകാരിൽ ഒരാളായി മിഴിച്ചു നിന്നതല്ലാതെ ഇവരാരും ഒരു ചെറുവിരൽ പോലും അനക്കില്ല. സാമാന്യ ബോധം എന്താണെന്ന് അവർക്കറിയാം. സർ, പോലീസിനെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞതാ. ആ, ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം. എന്നിട്ട് എന്തായി? പട്ടാപ്പകല് വനിതാ SIയെ തെരുവുകൊണ്ട് റേപ്പ് ചെയ്തു എന്ന് പത്രത്തിൽ അച്ചടിച്ചു വരാത്തത്. ഒരു ഭാഗം തളർന്നു കിടക്കുന്ന തന്റെ തന്തയുടെ കുരുത്തം. സർ, പ്ലീസ് സ്റ്റോപ്പ്. ടൈസൺ ജോർജ് എന്ന തെരുവുകൊണ്ട പോലീസിന് നേരെ കൈ ഉയർത്തിയെങ്കിൽ അത് ആരുടെ ഒത്താശയും സപ്പോർട്ട് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഓഹോ, എങ്കിൽ ചെല്ല്, അവനെ പിടിച്ച് ലോക്കപ്പിലിട്. അങ്ങനെ തെളിയിക്ക് കാക്കിയിട്ട പോലീസിന്റെ ഉശിര്. ചന്തമുക്കിൽ മീൻകച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളുടെ വായാടിത്തം മാത്രം പോരാ പെങ്ങളെ, ഇൻസ്പെക്ടർ ചമയാനുള്ള യോഗ്യതയ്ക്ക്. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടോടോ? പഴയ പോലീസ്
തന്നെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, മനോമൂത്രവും കൊരണം, മരുന്നും തരണം. അതും പോരാഞ്ഞ് ശരീരമാസകലം തിരുമ്മണം. തിരുമാടോ, ഞാൻ ശരിക്കും തിരുമാടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും 100 രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരം നോക്ക് തരാൻ മേല. അവള് പോലീസായെങ്കിൽ ഞാൻ പൗരനാണോ? അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ. എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാ കിഴങ്ങാരം പോലീസേ. ഇവനാള് കൊള്ളാലോ. എന്നോടാ കളി. തന്റെ മോള് കാശ് തന്നില്ലെങ്കിൽ എന്താ? തനിക്കുള്ള മരുന്നിന്റെ വകയില് എനിക്കുള്ള മരുന്ന് പുശല്ലേ? അയ്യോ, യമന് മരുന്ന് തന്നില്ലല്ലേ? ഇപ്പൊ തരാം, ശരിയാക്കി തരാമേ. ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിലൽപ്പ ചെളിയിരിക്കുന്നത് നല്ലതാ. എന്നാ തേവ്. ദൈവമേ, ഇന്നത്ര നേരത്തെ കിട്ടിയിരിക്കും. അയ്യോ, സോറി, മണം കിട്ടാതിരിക്കാനാ. അങ്ങനെ അങ്ങനെ ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു. ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു. ഒരു നക്ഷത്രം തോളിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടുവേലക്കാരി ആവാനൊന്നും പോണില്ല. പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അത് ശരി. അപ്പൊ മോള് നമ്മുടെ പക്ഷത്താണല്ലേ? ആയ കാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ അയാൾ എനിക്ക് തരുന്നുണ്ട്. പണിക്കരുടെ സപ്പോർട്ട് ഇല്ലാതെ ടൈസൺ ജോർജ് എന്റെ നേരെ കൈ ഉയർത്തില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്റെ ആണ്ടവാ, ഭഗവാനെ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അച്ഛൻ നോക്കിക്കോ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും, ഉറപ്പ്. ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ. പരുത്തിപ്പാറദേശം പിലാക്കണ്ടിയിൽ തോമാച്ചൻ മകൻ ടൈസൺ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് 35, തൊഴിൽ കൂലിത്തല്ല്, ചാരായം മാറ്റി, സ്പിരിറ്റ് കടത്ത്, പെണ്ണുപിടി ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ? ആണെങ്കിൽ മോനെ, നിന്നെ ഇടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും, പെടാപ്പാടും. ഇതാ ഇവന്റെ ഒക്കെ ഒരു ബാക്കിയിടയിലോ നിന്റെ അപ്പം എന്ന് പറയോടാ. എന്റെ ടൈസൺ നമ്മൾ തമ്മിൽ എന്തിനാ പൂശണേന്നൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ ഈ പറഞ്ഞ മാതിരി കാര്യം ആണ്ടവനൊരു കള്ളൻ തന്നെയാ. പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളനൊരു ബഹുമാനുണ്ട്. മര്യാദയ്ക്ക് ജോലി നോക്കാൻ ചുണക്കുട്ടിയായ ഒരു പോലീസുകാരിയെ നീ പട്ടാ പകല ചെറ്റപ്പനക്കർക്ക് വേണ്ടി മാനം കെടുത്തി. അത് തെറ്റല്ലേ? അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരണ്ടേ ടൈസ?
ചന്ദ്ര, പുറത്തെന്താ വീണ പോലെ നോക്ക്. ദൈവമേ, ഇതുണ്ടോ? സാറേ, എന്താ ചന്ദ്ര? എന്താ ഇത്? അഴിക്ക്. ഞാനോ? അഴിക്കണം. ദൈവം തമ്മിൽ നേരിട്ട് കൊറിയർ സർവീസ് തുടങ്ങിയ ഓണ്ടോന്റെ സമ്മാനം. Bring him. സംശയിക്കേണ്ട സർ. ടൈസൺ ജോർജ്. സാറെ ക്ഷമിക്കണം, ഞങ്ങൾ ഇവനെ ഒന്ന് നന്നായി പെരുമാറി. ഹൗ ഡെയർ യു? അറിയാം സർ, കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം, പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ. പക്ഷെ ചെയ്തു പോയി. പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു. ശ്രീരേഖ, യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. പരിധികൾ ലംഘിക്കാനാണ് സർ സുഖം. കമോൺ.